അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെങ്ങന്മാർക്ക് എങ്ങനെ പറഞ്ഞാൽ എല്ലാവരും വർക്ക് കഴിഞ്ഞെത്തുമ്പോൾ ഒരു 10 മണി സമയമാവും. എന്നാൽ വർക്കൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പെരേക്ക് വന്ന് വെച്ചാൽ ആരും പോകില്ല. അങ്ങാടിക്ക് ഇറങ്ങിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുറ്റം പറഞ്ഞിട്ടും കളിയാക്കിയിട്ടും അത് വേറൊരു വൈബ്. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പെണ്ണിട്ടിരിക്കണം. കല്യാണത്തിന് മുമ്പ് ഒരു സ്വഭാവം, കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ സ്വഭാവം. അപ്പോൾ ആ ചേഞ്ചിങ്ങിനാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ശരിയാക്കണം. ഈ ബൈക്ക് ഓടിക്കണമാണ് നമ്മൾ മുന്നേ കൂട്ടർ, എല്ലാം നടുവിൽ ഇരിക്കണമാണ് നമ്മൾ കുഞ്ഞു. എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞാലും ആർക്കും പരാതിയും പരിഭവമൊന്നുമില്ല കേട്ടോ. ഇവനാണ് നമ്മളെ ചെക്കൻ അയ്യൂബ്. ഒരു 6 മണി തൊട്ട് 10 മണി വരെ ഞങ്ങളും കാത്ത അവിടെ ഇരിക്കും. എല്ലാവരും വന്നു കഴിഞ്ഞാൽ മൊബൈൽ നോക്കി തിരിക്കാനും പറ്റില്ല. മൊബൈൽ എടുത്താൽ തുടങ്ങും ചീത്ത. മൊബൈൽ മൊത്തോണ്ടാണ് ആ പേര് തന്നെ കുത്തുന്ന പോലെയെന്നും പറയും. അപ്പോൾ അയ്യൂബ് ഒന്ന് പൈച്ചുണ്ട് എന്തെങ്കിലും തിന്നാൻ പോലെ അങ്ങനെയൊന്നും നോക്കില്ല, നേരെ വിട്ട് വണ്ടൂർക്ക്. മന്തി അൽഫാമും ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ട, സാധാരണ നല്ല ചിക്കൻ പീസും നെയ്ച്ചോറ് കിട്ടുന്നത് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു വണ്ടൂർ ബൈപ്പാസിൽ നമ്മൾ ലത്തീഫാക്കാനത്ത് പോകാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ചിക്കൻ പീസ് എല്ലാവർക്കും നമ്മുടെ തികയില്ല. അപ്പോൾ നമ്മൾ അയ്യൂബിന് ബീഫ് വലിയ താല്പര്യമില്ല, പക്ഷേ ബീഫ് എടുക്കേണ്ടി വന്നു. വേറൊരു മാർഗ്ഗമല്ലല്ലോ, കൈക്കല്ലാതെ എന്ത് ചെയ്യാൻ. ഇപ്പോൾ കുറച്ച് കാലമായി ഞങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടോ. എല്ലാവരും കൂടെ പോയി കഴിക്കൽ അത് വേറൊരു വൈബാണ് കേട്ടോ. പിന്നെ പെരയിൽ ചോറും കൂട്ടാനും ഇല്ലായിരുന്നു കേട്ടോ, ഇത് ഇങ്ങനെ രസം. അങ്ങനെ ഞങ്ങളെ ചോറും പീസും റെഡി. അങ്ങനെ ഞാൻ എൻ്റെ ചോറും വാങ്ങിയാണ് ആ സ്റ്റോറും വേണിയിരുന്നു. അയ്യോ എന്തോ കാര്യപ്പെട്ട വോയിസ് എന്തൊക്കെ കേട്ട് കുത്തിർക്കുക. അപ്പോൾ അവിടെ വേറെ പ്രശ്നം, കുഞ്ഞുവിന് ലെഗ് പീസ് തന്നെ വേണം. ഞങ്ങളുടെ ഫുഡ് കയ്യിൽ കിട്ടിയെങ്കിലും അയ്യൂവിന് കിട്ടിയിട്ടില്ല. അയ്യൂബ് കാത്തിരിപ്പന്നെ. ഈ രാത്രി കാര്യങ്ങളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ചങ്കള കൂടെ വന്ന് കറങ്ങാൻ പോകുന്നത് വേറെ സുഖാട്ടോ. നമ്മൾ ഈ നാട്ടിൻപുറത്ത് ഏകദേശം ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാത്രി ആയാലും ഇതിൻ്റെ സ്ഥിരം പരിപാടി. വൈകുന്നേരം ചത്ത് പണിയെടുത്ത് ആ പൈസയും കൊണ്ട് രാത്രി ഒരു ചോറുന്നാൻ പോലെ. ഔ അയ്യോ ഒന്നായിട്ട് ആക്രാന്തം കാട്ടി കഴിച്ചാണ്ടാകെ ചട്ടക്കൂടി മേലെ കൂടെ കായി. സത്യം പറഞ്ഞാൽ അയ്യൂബിന് മോൻ്റെ ബീഫും ചോറും പറ്റിയിട്ടില്ല. പിന്നെ കുടുങ്ങിയിട്ട് തിന്നാണ്, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആഗ്രഹിച്ച് പോകുന്നതൊന്നും കിട്ടിയത് വേറൊന്നും സ്വാഭാവികമായിട്ട് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഭക്ഷണമല്ലേ, കളയാൻ പറ്റില്ലല്ലോ. തൽക്കാലം ചോറിനൊരു വൈബ് ഇട്ടാൻ വേണ്ടി ഒരു ഓംലേറ്റും കൂടി പറഞ്ഞു അയ്യൂബ്. ഓംലേറ്റും നെയ്ച്ചോറും എങ്ങനെയുണ്ട്? ലത്തീഫാക്കാന്റെ ബൈപ്പാസിലെ വണ്ടൂർ ബൈപ്പാസിലെ കടയിലാണ് നമ്മളുള്ളത്. ഇവിടെ നല്ല നെയ്ച്ചോറുണ്ട്, നല്ല ബീഫുണ്ട്. ഞാനവിടെ എത്തി റിട്ടം പോകാനല്ലേ ഫോണില്ലേ അതിനെ കുറച്ച് പറയണേ. എലശ്ശേരിയും പുളിശ്ശേരിയും വെച്ച് തന്ന ആളാണ്. പെണ്ണിട്ടണീന് മുന്നേ എലശ്ശേരിയും പുളിശ്ശേരിയൊക്കെ കഴിച്ച ആളാണ്. 2 പീസും പിന്നെന്താ വെച്ചാൽ 2 ആംപ്ലേറ്റും 2 പുളിശ്ശേരി കാട്ടി കൊടുത്ത. അതിന്റെ പുറമെ നമ്മളെ കട അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു നമ്മളെ ഉണ്ണിക്കുട്ടൻ്റെ കടയിലേക്ക്. ഉണ്ണിക്കുട്ടൻ പണ്ട് ഒരു ടൈലിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് ഉണ്ണിക്കുട്ടൻ. അപ്പോൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് വർത്തമാനം എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാന് നെയ്ച്ചോറും ഓംപ്ലേറ്റാണ് ഞാൻ കഴിച്ചത്. അയാളുടെ പേര് സലാമാക്കെ. ലത്തീഫാക്കാന്റെ ബീഫും നെയ്ച്ചോറും എടുത്തു ഗായ്സ്. പക്ഷേ ബീഫും നെയ്ച്ചോറും കഴിച്ചില്ല. ചിക്കൻ പീസും ഓംപ്ലേറ്റും ഒരു ബന്ധമില്ലാത്ത 2 സാധനം. പപ്പടം കഴിഞ്ഞു ഗൈസ്. ഇതാണ് അയ്യൂബ്. ഞങ്ങളെ ഗ്യാങ്ങിലെ ഏറ്റവും തലമൂത്തതും പ്രായത്തിന് മൂത്തതും എല്ലാത്തിനും ചുരുക്കി പറഞ്ഞ ഞങ്ങളെ ആശാൻ. സാമ്പത്തികപരമായും ദാമ്പത്തികപരമായും എല്ലാ വിധത്തിലും കോച്ചിങ്ങുകൾ നൽകുന്ന രണ്ട് കുട്ടികളുടെ അച്ഛനാണിപ്പോൾ. ഇനി അടുത്തതായിട്ട് പിന്നെ ആളുടെ പ്ലാനിങ് ഇനി കുവൈത്തിക്കല്ലേ? കുവൈത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ് ആണ്. എവിടേക്ക് പോണേ ഉണക്ക്? കുവൈത്ത്. പിന്നെ റെഡി ആയി നിൽക്കാണ്. ഇനി അടുത്ത കുഞ്ഞിക്കാല് കണ്ടിട്ടാണോ പോകണമെന്ന് ഉറപ്പിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ ഉണ്ടാവും ആള്. കുട്ടി മൊത്തക്കൊക്കെ തുടങ്ങിയല്ലോ ഇവ. ഇതൊക്കെ എക്സസൈസ് ആര് പിടിക്കൂട്ടോ. അണക്കല്ലേ കുഞ്ഞുനെ നന്നായിട്ട് അറിയാം. ഇതാണ് ഞങ്ങളെ കുഞ്ഞു, ഊട്ടി കുഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് വിളിച്ചത്? ഏത് സമയത്ത് ഉറങ്ങിയോണ്ടാണ്. കണ്ടില്ലേ ചിരി? ആ ചിരി വന്നത് എപ്പോഴാണ് എനിക്കറിയോ? ചെറുക്കുണ്ടായപ്പോൾ.
അതുവരെ മങ്ങിയ ചിരിയായിരുന്നു. ഇപ്പൊ ഒന്നുകൂടി ആഹ്ലാദിച്ചിരിക്കണ്. ഞാൻ എന്റെ വൈഫിനെയും കുട്ടീനെയും കൊണ്ടാക്കി. രാത്രി കാലങ്ങളിൽ ഉറക്കമില്ല ഇപ്പൊ. അപ്പൊ എന്ത് കണ്ട് പേടിച്ചാണോ? ആ ഇതാണ് നമ്മളെ ചങ്കുപുറോ ഉണ്ണിക്കുട്ടന്. നമ്മളിപ്പോ എന്തിനും ഏതിനും കട്ടൊക്കെ കൂടെ നിക്കണ ഉണ്ണി എന്ന ഉണ്ണിക്കുട്ടൻ. ഒരു കാലത്ത് പച്ചക്കറി വെജിറ്റബിൾ ഒക്കെ തന്ന ഉണ്ണി ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഫുള്ള് ചിക്കൻ പീസ്, അൽഫാം, കുഴിമന്തി. പിന്നെ ഈ കടയിന്ന് ഒരു 6 കിലോമീറ്ററോളം എന്റെ വൈഫ് ഹൗസ്ക്ക്. അപ്പോ ലഞ്ച് അവിടെ കയറും, ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കയറും. പിന്നെ രാത്രി അല്ലേ, നേരെ വൈകി പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ അരിക്ക് പോകും. അതിലൊക്കെ നാട്ടിലേക്ക് വരും. അങ്ങനെ വോട്ട് അങ്ങോട്ട് ഓൾറെഡി തള്ളിയിരിക്കണ്. വോട്ട് ഞങ്ങൾ 4ാം വാർഡായില്ലേ, അല്ല 2ാം വാർഡോ? മതി. നമ്മളെ മക്ക ഫുൾ ടൈം സൈബർ ആക്രമണമാണ് മൂപ്പര് പ്രധാന ഹോബി. ഇതാണ് ഫോണ്. ഫാമിലി ഉണ്ട്, 2 കുട്ടികളുണ്ട്, ഒരാണും പെണ്ണും. പിന്നെ ആള് നമ്മളിപ്പോ എന്ത് പരിപാടിക്കും ഉണ്ടാവും, പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാന്. ആളിങ്ങനെ കാണുന്ന മാതിരിയല്ല, ഒരു അത്യാവശ്യം എക്സ്ട്രാ ചോറിട്ടുകൊണ്ട് കഴിക്കണ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ്. 6 പാക്കാണ് ആള്. ആള് ഡ്രൈവറാണ്. പിന്നെ ടിപ്പറിൽ ഇൻഷാ അല്ലാഹ് 1 മാസത്തിനകം സൗദിക്ക് പോവും. മെഡിക്കലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആളെ കാണാൻ നമ്മളെ വിസ എടുത്തുകൊണ്ട് ദുബായി പോകേണ്ടി വരും. ദുബായ്ക്കല്ല, സൗദിക്കല്ല ഓണേ. കയ്യിന്ന് പോയി ഗൈസ്. പിന്നെ അതുപോലെ വാങ്ങിക്കൂല പാസ്പോർട്ട്. എനിക്ക് ഓരോ ഇതിനാണ്, എനിക്ക് അങ്ങനെ അല്ലോണ്ട് പോവച്ചല്ലേ. ഇനി പോവല്ലേ ഗൈസ്? വെള്ളം കട്ടിക്കാം കുടിച്ചാനും വന്നു. അപ്പൊ അതിന് പരിചയപ്പെടുത്തിയില്ലേ? പോയല്ലേ നമ്മള് പോലെ അല്ല, ഞാൻ 8 മണിക്ക് പോകുള്ളൂ. 8 മണിക്ക് പോയാലും 9 മണിക്ക് എത്തുള്ളൂ. 8 മണിക്കല്ല, കുറച്ച് നേരം 8:30 പോലെ. 8:30 ആ സൗണ്ട് ഞാനണി. പിന്നെ കേസ് എൻ്റെ പണി മാത്രമാണ് 2 മണി 3 മണിയാകുമ്പോൾ കഴിയുക. ഇവരൊക്കെ വരണമെങ്കിൽ 10 മണി 10:30 ആവും. അതോളം വരെ വെയിറ്റ് ചെയ്തെങ്ങാണ്ട് ഇരിക്കണം. പിന്നെ 12 മണി ഒക്കെ ആകുമ്പോൾ ആണ് ഞങ്ങൾ പിരയിൽ. അതോളം നാട്ടിലത്തെ കുറച്ച് തിളപ്പിച്ചലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങും ഗൈസ്. മതി. പിന്നെ നമുക്ക് ഏറ്റവും ഒരു ചെറിയ റിലീഫ് കിട്ടുന്നത് നമ്മളെ ഈ രാത്രിയുള്ള തന്നെയാണല്ലേ. അയ്യോ, എല്ലാരും കൂടി ഇരിക്കല്, സംസാരം, കളിയാക്കല്, തമാശകള്. ഇല്ല, 20 കിഡ്സ് ഒക്കെ അല്ലേ ഉള്ളത്. കൊറോണക്ക് ശേഷം ആൾക്കാരൊക്കെ മൊത്തം ചേഞ്ച് ആയി. കൊറോണയ്ക്ക് ശേഷം പിന്നെ 6 മണിയാകുമ്പോൾ ആൾക്കാർ പെരേക്കാണ്. പിന്നെ ചിലവര് വിരുന്നുപോയാലൊക്കെ വരുള്ളൂ. അതെ, നിങ്ങൾ വിരുന്നോണന്നാലേ വരുള്ളൂ. സാൻഡ്വിച്ച്, ഷവർമ്മ, ഒരു ചിലവര് കടയിൽ നിന്നൊക്കെ വരുമ്പോ കണ്ടിട്ടുണ്ടേ ബാഗ് നിറയെ മുട്ടായി, ചോക്ലേറ്റ്, പിന്നെ ആവോലി മീന്. മീന് എന്നിട്ട് ഇറങ്ങൂല. മീൻ ചെയ്യും പറഞ്ഞാണ്ട് വരെ പോവാ. എന്താ കാരണമൊക്കെ. നമുക്ക് ഏറ്റവും ഒരു എന്താ ഫ്രീ ആയിക്കുന്ന ഒരു സമയം, സ്ട്രെസ് ഒക്കെ ഒഴിവാക്കി ഒരു 2 hours 3 hours, മാക്സിമം പോയ ഒരു 2 hours അത്രേ ഉള്ളൂ. നല്ല രസമാണ്. ഇനിയിപ്പോ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്നെ ക്ലബ് കമ്മിറ്റിക്കൊക്കെ എടുത്ത്.
അപ്പൊ സ്ട്രെസ് സ്ട്രെസ്. രാവിലെ 8 മണിക്ക് പണിക്ക് പോയി രാത്രി 9 മണി 10 മണി ആകുമ്പോഴേ വരുള്ളൂ. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ മാക്സിമം നമ്മൾ വീട്ടിലേക്ക് പോകണം. പിന്നെ അതിൻ്റെ അടിയിൽ കിട്ടുന്നത് 10 മണി ടു 11 മണി, 1 അവർ. ആ നേരം കൊണ്ട് കുറച്ചൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടാണ് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ. അവിടെ പോയ പിന്നെ സ്ട്രെസ് ഇല്ലല്ലോ. സ്ട്രെസ് ഇല്ലല്ലോ. ഐ ഡോണ്ട് സ്കേറ്റ് മൈ വൈഫ്. അപ്പൊ ഗേസിന് ഇപ്പോൾ ഏകദേശം 1 മാസം 1.5 മാസം ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ചാവേറാകാൻ വേണ്ടിയിട്ട് കുവൈത്തിൽ പോകണം. ഫീലിംഗ് ആണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചാവേറാവുകയാണെങ്കിലും 2 വർഷം മാക്സിമം. ഇതാണ് കേസ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡോണ്ട് സ്കേറ്റ് ബൈ. എന്ത് ചെയ്യും കേസ്, നമ്മൾ ആണുങ്ങളെ കാര്യം എങ്ങനെയാണ്? പോലോ മതില്ലേ, ഓവറാക്കണ്ട. എന്നിട്ടൊന്നും കണ്ട് ഷവർ ഇതിങ്ങനെ ചെക്കൻ്റെ ഷോപ്പിൽ സാധനം രണ്ടാക്കും നിക്കണ്ടേ? അതിലൊരിക്കാൻ സ്ലോ മോഷൻ വീഡിയോ. ഷവറില്ല, പ്ലാസ്റ്റിക്കിന്റെ പണിയാണ്. അത് അതിന്റെ ഫ്ലഷിങ് കുറ്റിയ പോകാതിരിക്കാൻ വേണ്ടി വെച്ചു. ഇതും പ്ലാസ്റ്റിക് ആണോ ചോദിച്ചാൽ അത് ഇരുമ്പാ. എസ്എസിന്റെ പോ. ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടാണല്ലോ ടോയ്ലറ്റ് ഉണ്ടാക്കാത്തത്. സിമെന്റും കട്ടയില്ലടാ. തേപ്പുകാര വരെ തേച്ചുക്കൂല. കട്ടിലുണ്ട്. പക്ഷെ എന്റെ കട്ടിലെ മാറിയല്ലടാ, ചവിട്ടുന്നതില്ല. വാതിൽ കട്ടിലല്ലേ? അതായിരിക്കല്ലേ മരപടിമ ചവിട്ടുന്ന കാര്യല്ലേ ഇജ്ജ് പറഞ്ഞ്? സെറ്റ് പച്ച കളറ്, പച്ച ലീകാരെ പിടിക്കാനാ. ഇത് BJP കണ്ടോ കളർ നോക്ക്. ഇത് പിന്നെ SNDP ആക്കാൻ വേണമെങ്കിൽ നമുക്ക് കറുത്താണ്. ഇത് ബ്ലാക്ക്. ബ്ലാക്കല്ലത്, ഇതും ബ്ലാക്ക് ഒക്കെ ബ്ലാക്ക്. വുഡ് കളറാണ്. ഏത് ഇതോ? ഇതിലുള്ളതോ? ഇതിലുള്ളത് എന്താ കളറാവും? പൊളിച്ചോ. അത് അപ്പുറത്തെ സൈഡാ, അതിന്റെ സൈഡാ. ഏത്ത് കൂട്ട് ഭവനെ പോയേക്കല്ലോ നമുക്ക്. 12 മണി കഴിഞ്ഞാൽ ഇപ്പൊ വിളിച്ചു. പണിയില്ലാത്തോണ്ട് ആരും വിളിക്കണില്ല. ആന്റെ മക്കളെ മോസം അതൊക്കെ ചെയ്തിട്ട് തന്നെ ഞാൻ വരുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതൊരു സേമനോ ഷോപ്പ് മൊത്തം ഒന്ന് ഈ ടൈലൊക്കെ വെച്ച് കണ്ടില്ലേ, ഒരു വീഡിയോ എടുത്തു കൊടുക്കണ്ടിട്ട് പകല് നമുക്ക് ഒരു ദിവസം പോരാ. അല്ലെങ്കിൽ ഒരു സെയിൽസ്മാനല്ലേ, ഏതെങ്കിലും കസ്റ്റമറുടെ അല്ലേ? പിന്നെങ്ങനെ ഈ ബ്രാൻഡൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. പിന്നെ ഈ സാധനങ്ങളൊക്കെ കൂട്ടിയാണ്ട് എനിക്കെപ്പോഴും സ്റ്റാറ്റസ് ഇതാ ടവനോ അത് ചെയ്ത് കൊടുക്കണം. വേണ്ടല്ലോ, ആ ബാത്റൂം പൊളിഞ്ഞിടാവോ? ബാത്റൂം ഇതെന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റാറ്റസ് ഇട്ടിക്കണ് അതിൻ്റെ
നേരെ പഠിച്ചു അങ്ങനെ പഠിച്ചു ഞാൻ എന്തായാലും ഉറപ്പാണ്. മതി